വിവാദങ്ങളും വികസനവാദങ്ങളും സമാസമം ചാലിച്ച് ഉത്സവങ്ങളുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് ഉത്സവം അവസാന ലാപ്പിലേക്ക്. വരും ദിവസങ്ങളിലെ അവധികൾ മുന്നിൽ കണ്ട് പര്യടനം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് തൃശൂർ ജില്ലയിലെ സ്ഥാനാർത്ഥികൾ. മതന്യൂനപക്ഷങ്ങൾ നിർണായകമായ നാട്ടിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയും SIRഉം സജീവ ചർച്ചയാണ്. പുറമേക്കുള്ള വിവാദങ്ങൾക്കപ്പുറം അടിയൊഴുക്കുകൾ എങ്ങനെയെന്ന് പറയാൻ കഴിയാത്ത ജില്ലയാണ് തൃശൂർ. LDF ഭൂരിപക്ഷം സീറ്റിലും സിറ്റിംഗ് MLAമാരെ വീണ്ടും ഇറക്കിയപ്പോൾ NDAയ്ക്കും UDFനും പുതുമുഖങ്ങളാണ് ഏറെയും. BDJSന് പുറമെ ഇക്കുറി 2020യും NDA മുന്നണിയുടെ ഭാഗമാണ്. കൊടുങ്ങല്ലൂരിലും ചാലക്കുടിയിലും ഊർജിത പ്രവർത്തനത്തിലാണ് 2020. മതന്യൂനപക്ഷങ്ങൾ നിർണായകമായ നാട്ടിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയും SIRഉം സജീവ ചർച്ചയാണ്. കനലെരിയുന്ന രാഷ്ട്രീയ ഡീൽ വിവാദവും തൃശൂർ പൂരം കലക്കലും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഇടയ്ക്കിടെ പൊട്ടുന്ന കരുവന്നൂർ തട്ടിപ്പും ലൈഫ് പദ്ധതി വിവാദവും വെടിക്കെട്ടായി കത്തിപ്പടരുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. 10 വർഷമായി ആകെയുള്ള 13-12 സീറ്റും LDFന്റെ കയ്യിലാണ്. ഒരു കാലത്ത് UDFനോട് ചായ്വ് കാട്ടിയിരുന്ന ജില്ലയുടെ സ്വഭാവമാറ്റം കുറച്ചൊന്നുമല്ല കോൺഗ്രസിനെ ഞെട്ടിച്ചത്. നിലവിൽ ചാലക്കുടിയിൽ മാത്രമാണ് കോൺഗ്രസിന്റെ MLA ഉള്ളത്. മണ്ഡല പുനർനിർണയവും ഇതിന് കാരണമായി. നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് UDF. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം NDA ജില്ലയിൽ നടത്തിയ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഗുണം പാർലമെന്റ് മണ്ഡലത്തിലെ വിജയത്തിലൂടെ നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് NDA. തൃശൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞവട്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാലും നാട്ടികയിൽ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് തേടിയ CPIയുടെ CC മുകുന്ദനും ഇക്കുറി താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. വിവാദ പരാമർശങ്ങളിലൂടെ B ഗോപാലകൃഷ്ണനും ഗുരുവായൂരിലെ മത്സരം ചർച്ചയാക്കി. 13 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി ശക്തമായ ത്രികോണ മത്സരമാണ് NDA കാഴ്ചവെക്കുന്നത്. മീഡിയ ടൈം തൃശൂർ.